ഓക്കെ, 11ാമത്തെ പാഠത്തിൽ പറയുന്നത് ഖുർആൻ പാരായണത്തിന്റെ 10 കാര്യങ്ങളെ കുറിച്ച്, അതിനെ കുറിച്ചാണ് കാര്യമായി ഈ പാഠം ചർച്ച ചെയ്യുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഖുർആൻ എത്തിയെന്നുമാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഖുർആൻ പാരായണത്തിൽ മുസ്ലിം ലോകത്തിന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത പ്രസിദ്ധരായ 10 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിയേണ്ടതാണ് കേട്ടോ. 10 കാര്യങ്ങൾ നടക്കാം. നാഫിഉൽ മദനി, ഈ മദനി, മക്കി, ബസരി, ശാമി എന്നൊക്കെ ബദനി മദീനയുള്ള, മക്കി മക്കയിലുള്ള ആള്, ബസരി ബസറക്കാരൻ, ഷാമി ഷാമുകാരൻ, കൂഫി കൂഫക്കാരൻ, ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക ഓരോ പേര് കേട്ടോ. ഹദറമകാരൻ, ഇങ്ങനെ 10 കാര്യങ്ങളുടെ കൂടെയുള്ള ചില ചോദ്യം ഇങ്ങനെ അറിയാം. ബസറക്കാരനായ ആളാരാണ് എന്ന് ചോദിച്ചാൽ അബൂ അമീർ ബസരി എന്ന് പറയണം. ഓക്കെ, 1 സ്പീഡിൽ പറഞ്ഞത് നാഫിഉൽ മദനി, 2 അബ്ദുല്ലാഹ് ഇബ്നു കതീർ മക്കി, 3 അബൂ അമീർ ബസരി, 4 അബ്ദുല്ലാഹ് ഇബ്നു ആമിർ ഷാമി, 5 ആസിം കൂഫി, 6 ഹംസ കൂഫി, 7 അലി ദിസായി കൂഫി, 8 അബൂ ജഅഫർ മദനി, 9 യാഖൂബ് ഹദറമി, 10 ഖലഫ് കൂഫി. ഓക്കെ, ഈ കൂഫയും കൂട്ടി മുഴുവൻ പേര് നിങ്ങൾ പഠിച്ചു നോക്കണം. ഇനി ഈ ബഹുമാനപ്പെട്ട കാര്യങ്ങളുടെ ഖിറാഅത്തുകളോട് യോജിക്കാത്ത രീതിയിൽ ഖുർആൻ പാരായണം പാടില്ല. അങ്ങനെ തന്നെയാണ് പാടില്ല. ഇവർ ഓതി തന്നതുപോലെ അല്ലാതെ പാടില്ല. അപ്പൊ നമ്മക്കല്ല ഖുർആനെത്തി നമ്മുടെ പാരായണ വേണം. നമ്മൾ ആരനുസരിച്ച് ഈ 10 പേരിൽ ആരും കൂടെയാണ് നമുക്ക് ഖുർആൻ പാരായണത്തിന് അനുവദിക്കുന്നത്. ഓരോരോ ഖുർആൻ കൊടുത്താലും അതിന്റെ കൂടെ ഓരോരുത്തരെ പറഞ്ഞു കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞല്ലോ. ആ കാര്യം മനസ്സിലാക്കുക. ഉസ്മാൻ കുഫയിലേക്ക് അയച്ച മുസ്ഹാബിനൊപ്പം അന്ന് അയച്ചിരുന്ന ആരായിരുന്നു? അബൂ അബ്ദുറഹ്മാൻ സലമി. ഇദ്ദേഹത്തെ ആയിരുന്നു ആരോ മനസ്സിലാക്കുക. ഉസ്മാൻ പറഞ്ഞത് അബൂ അബ്ദുറഹ്മാൻ സലമി എന്നാണ് അയച്ചത്. അവര് അബൂ അബ്ദുറഹ്മാൻ സലമി എന്നുള്ള ആസിമുൽ കൂഫി എന്നവർക്ക് പഠിപ്പിച്ചു. നോക്കൂ, ആസിമുൽ കൂഫി എവിടെയാണുള്ളത്? എന്താ 5ാമത്തെ പേരാണ് ആസിമുൽ കൂഫി. അപ്പൊ അബൂ അബ്ദുല്ലാഹി സലമി എന്നവര് വരെ ഉസ്മാൻ അയച്ചു. അങ്ങനെ ആ സലമി ആസിമുൽ കൂഫിക്ക് പഠിപ്പിച്ചു. ഇതാണ് നമ്മൾ ഈ 10 പേര് നമുക്ക് കിട്ടിയത് ഈ ആസിമുൽ കൂഫി മുഖേനയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പിന്നീട് കാണിച്ചത്. ഓക്കെ, അങ്ങനെ ആസിമുൽ കൂഫി എന്നവര് ഹഫ്സുൽ സുലൈമാൻ കൂഫി എന്നവർ പഠിക്കുന്നത്. ഹഫ്സുൽ സുലൈമാൻ കൂഫി. അപ്പൊ ഈ ഹഫ്സുൽ മുഖേനയാണെങ്കിൽ നമുക്ക് രീതി നമുക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹഫ്സുൽമാരെ പഠിപ്പിച്ചതാണ്. ഈ 10 പേരിൽപ്പെട്ട ആസിമുൽ കൂഫി എന്നവരാണ് ഹഫ്സുൽമാരെ പഠിപ്പിച്ചത്. ഈ ആസിമുൽ കൂഫിക്ക് എത്തിച്ചു കൊടുത്തത് ഉസ്മാൻ റളിയല്ലാഹു കൂഫയിലേക്ക് കൊടുത്തയച്ച ഖുർആന്റെ കൂടെ അബൂ അബ്ദുറഹ്മാൻ സലമി എന്നവരെ കാണാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എത്തിപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്ന് നമുക്ക് ഈ പ്രമാണം ലഭിച്ചത് ഹഫ്സുൽ റളിയല്ലാഹു. ഓക്കെ, ഇൻഷാ അല്ലാഹ്.